ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാറോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ്, മോർണിംഗ് തോട്ട്സ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കറന്റ് ഫീലിങ്സ് തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഓരോ വ്യക്തികളുടെയും കറന്റ് ഫീലിങ്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ ടാരോ കാർഡ് റീഡിങ്സിന് പ്രത്യേകിച്ച് ടോപ്പിക്സും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്കത് കാണാനായിട്ടൊരു ടോപ്പിക്സ് വേണമെന്നുള്ള രീതിക്ക് കൊണ്ടാണ് നമ്മൾ ടോപ്പിക്സ് ആക്കി ഇടുന്നുള്ളത് കേട്ടോ. എനർജിയാണ് എല്ലാം. നമുക്കൊരു എനർജി റീഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ടോപ്പിക്സും ഇല്ല. സോ എനർജീസ് ഒക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഓരോ വ്യക്തികളുടെയും. ലൈക്ക് നിങ്ങളും അങ്ങനെ തന്നെയല്ലേ, നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിൽ കൂടെ എപ്പോഴും കുറെ തോട്ട്സുകൾ 24/7 പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അങ്ങനെ Divine, please guide me and the viewers in the person, the morning thoughts എന്താണ്? Please guide me, Divine. Please guide me. Please guide me. Six of Wands. The Hanged Man. The World. Seven of Swords. Seven of Wands. Hierophant. High Priestess. Five of Wands. Nine of Swords. ഓക്കെ, എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റില് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നൈറ്റ് ഉറങ്ങിയിട്ടില്ല. നേരെ ചൊവ്വനെ അവരിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക, ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ തോന്നുന്ന ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇവര് വളരെയധികം 8 of Coinsന്റെ എനർജീസ് ആണ്. 8 of Coinsന്റെ എനർജി എന്താണ്? നമ്മള് ഈ ഒരു വ്യക്തി വല്ലാണ്ട് ഹേർട്ട് ആയിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയത് ഓൾറെഡി അതിൽ എഫോർട്ട് എടുത്തു. ആ ഒരു എഫോർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ അവരാഗ്രഹിച്ച രീതിക്കുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. ആളതിന് ഹേർട്ട് ആവുകയും ചെയ്തു. അത് എന്താണോ, എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തത്, ആ ഒരു നഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനർജി ഉണ്ടല്ലോ. സോ ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഇവിടെ എന്തോ ഒരു വ്യക്തിക്ക് നഷ്ടമായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഇവരുടെ ലൈഫിൽ എന്താ പറയാ, ഇല്ലാണ്ടായിട്ടുള്ള ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഓർത്തിട്ട് ഈ ഒരു വ്യക്തി സങ്കടപ്പെടുകയാണ്. സോ ആ ഒരു എനർജീസ് ആണ് ഇവിടെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നൈറ്റ് ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒട്ടും ഉറങ്ങിയിട്ടുണ്ടാവില്ല ഈ വ്യക്തി. നല്ല രീതിക്ക് എൻസൈറ്റി, ഡിപ്രഷൻ, എനർജീസ് ഒക്കെ എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ടുള്ള മെസ്സേജസ് ആണ്. സോ ഇവർ ഉറങ്ങിയിട്ടുണ്ടെങ്കിലല്ലേ ഇവിടെ നമുക്ക് എന്താ ഫുൾ ടൈം ഇവരിങ്ങനെ എഴുന്നേറ്റ് നടന്നിട്ട് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ആ ഒരു എനർജിയിലായിരുന്നു ഇവിടെ ഉള്ളത്. ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് നോക്കുവാണെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് റീസെന്റ് ആയിട്ട് ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഫാമിലിയിൽ പ്രോബ്ലംസ് ആയിരിക്കാം. ആരെങ്കിലുമായിട്ട് ഇടയ്ക്ക് വഴക്കോ പ്രശ്നങ്ങളോ വല്ല ഈ ഒരു വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതും ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. വളരെ റെയർ കേസസിൽ മാത്രമേ ഇവർ വർക്ക് ചെയ്യുന്നിടത്ത് അവിടുത്തെ ആളുകളുമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഒന്നെങ്കിൽ ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ജസ്റ്റ് റീസെന്റ് ആയിട്ട് അയാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബിസിനസ്സിൽ എക്സ്പെക്ട് ചെയ്തത് പോലത്തെ ഒരു ഗ്രോത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം എല്ലായിടത്തും മൊത്തത്തിൽ ഈ ഒരു വ്യക്തിക്കൊരു നഷ്ടമാണ് ഉണ്ടാവുന്നത്. പ്രോഗ്രസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ശരിയാണ്, പക്ഷെ പ്രോഗ്രസ് ഉണ്ടാവും പതിയെ പതിയെ. പക്ഷെ ഈ ഒരു ടൈമിൽ ലൈഫ് ഫുള്ളും സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ,
അത് മാത്രമല്ല, ജസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു വ്യക്തി ഓൾറെഡി വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എനർജീസാണ്. ആരുടെ അടുത്തധികം കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ബിക്കോസ് ഷെയർ ചെയ്യുന്ന ഒരു എനർജി ഉണ്ടാവില്ല. ഒരു ഇമോഷൻസോ ഫീലിങ്സോ, ഇയാളുടെ മനസ്സിൽ ഇത്രയും സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും അതിപ്പം ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറയില്ലേ, ഫാമിലിയോട് പോലും ഒരു വ്യക്തി ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്നതിന് ആ ഒരു ടൈം മുതൽ മേ ബി നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പൊ ഇയാൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇല്ല ഒരു കാര്യങ്ങളും. അതൊരു വല്ലാത്തൊരു സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളോട് പറയുമ്പോൾ നമുക്കതൊരു ഹീലിംഗ് ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഇല്ല. നിങ്ങളുടെ ഒരു ആബ്സെൻസിന് ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. അതൊരു നഷ്ടബോധമായിട്ട് ഇപ്പൊ ഇയാളുടെ ലൈഫിൽ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതൊരു നഷ്ടബോധമാണ്. പ്ലസ് നിങ്ങൾ ഇവരുടെ ഒരു കണക്ഷനിൽ നിന്ന് പോയിട്ടുള്ളത് ഇത് ഇവർക്കൊരു നഷ്ടബോധമായിട്ടാണ് ഇവരിവിടെ കാണുന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ടോ ഈ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യാനായിട്ടോ ഈ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടോ ആരും ഇന്ന് ഇയാളുടെ ലൈഫിൽ ഇല്ല എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇവിടെ ഒരു ഹീലർ റോളിലായിരിക്കാം ഈ ഒരു കണക്ഷനിൽ പലപ്പോഴും നിന്നിട്ടുള്ളത്. റിലേഷൻഷിപ്പ് എന്നതിലുപരി ഏറ്റവും കൂടുതൽ ഒരു ഹീലർ എന്നുള്ള ഒരു റോളായിരിക്കും നിങ്ങൾ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളും ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇവരെ പൈസ കൊടുത്തിട്ടാണെങ്കിലും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടാണെങ്കിലും മെന്റൽ ലെവലായിട്ടാണെങ്കിലും എല്ലാം നിങ്ങൾ ഇവരെ ഒത്തിരി അധികം ഇവരുടെ ഹാർഡ് ആയിട്ടുള്ള ടൈംസിലൊക്കെ നിങ്ങൾ ഇവരോട് കൂടെ നിന്നിട്ടുണ്ട്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൽ ഇതിൽ കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു വൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ചെയ്യുന്ന രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവണം. നിങ്ങളൊരു ഓവറായിട്ട് കെയർ ചെയ്തിട്ടുണ്ടാവണം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇവർ തന്നെയായിരിക്കും നിങ്ങളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ അടുത്തൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇവർ തന്നെയായിരിക്കും നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, എക്സാക്ട് എന്താ റീസൺ എന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ഈ ഒരു സെപ്പറേഷന്റെ ഒരു ടൈമിൽ. ബട്ട് ഈ ഒരു വ്യക്തി അതിനെ ഓർത്തിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് മണ്ടത്തരോ കാണിച്ചത് എന്നുള്ളൊരു രീതിക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു കാര്യങ്ങളും പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥയായി. എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസും കൊടുക്കാനായിട്ടും ആരും ഇല്ലാത്തൊരവസ്ഥയായി. ലൈഫിൽ എപ്പോഴും ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ശരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുള്ളതുകൊണ്ട് ഈ ഒരു വ്യക്തി ബ്ലെസ്ഡ് ആയിരുന്നു. പക്ഷെ ആ ഒരു വാല്യൂ ഇവർക്ക് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഒരു തവണ പോലും അത് അവർ മനസ്സിലാക്കിയിട്ടുമില്ല. പക്ഷെ നിങ്ങൾ ഈ നഷ്ടപ്പെടും, നിങ്ങളെ ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് റൂളിൽ വന്ന അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻസിൽ വന്ന ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വേർത്ത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളോട് ചെയ്തിട്ട് പോയിട്ടുള്ളതിനുള്ള ഒരു കർമ്മയാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു വിഗ്രേഷൻ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടൈമിൽ. ഓക്കെ, so let's check. Divine, please guide me why ladies പൊളിറ്റിക്സിന്റെ എനർജീസും മൊമെന്റ് ടു മൊമെന്റിന്റെ എനർജീസും ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്ത് ഒത്തിരി അധികം പൊളിറ്റിക്സ്, അതായത് നിങ്ങളുടെ അടുത്ത് മൈൻഡ് ഗെയിംസ് കളിച്ചിട്ടുണ്ടാവാം, നിങ്ങളോട് നുണകൾ പറഞ്ഞിട്ടുണ്ടാവാം, ഡിസെപ്ഷൻ, നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം. എക്സാക്ട് ഇവർ എന്താണോ ആ ഒരു ഫേസിലായിരിക്കില്ല ഇവർ പലപ്പോഴും വളരെ ഉള്ളിൽ വളരെയധികം ടോക്സിക് ആയിട്ടായിരിക്കാം നിന്നിട്ടുള്ളത്. ടോക്സിക് ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി. പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ളത് ചിരിച്ചുകൊണ്ടാണ്. ഞാൻ അങ്ങനല്ല, ഒരു ട്രൂ ഫേസ് ഇവർ ഹൈഡ് ചെയ്ത് വെച്ചോണ്ട് ഇവർ ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല പെട്ടെന്ന്. ലാസ്റ്റ് ഈ ഒരു സെപ്പറേഷന്റെ ടൈമിലൊക്കെ ആയിരിക്കും ഈ ഒരു വ്യക്തിയുടെ റിയൽ ഫേസ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ശരിക്കും ഞാനൊരു പാമ്പിനെയാണ് ഇത്രയും കാലം നല്ലതാണെന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടിരുന്നത്, അത് എന്നെ ബെനിഫിറ്റ് എന്നെ യൂസ് ചെയ്യാറുന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് നിങ്ങൾ ജസ്റ്റ് വന്നിട്ടുണ്ടാവാം. ഇപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു കണക്ഷനിൽ ഒരു ഗ്രോത്ത് വേണം, ഒരു പ്രോഗ്രസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ് എങ്ങനെ സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഇത് അറിയത്തില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഹാപ്പിനെസ് നിങ്ങളാണ്. പക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ പറയത്തില്ലേ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. നിങ്ങൾ ഉള്ള ടൈമിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള വാല്യൂ ഒരു വ്യക്തി തന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഒരു ആബ്സെൻസിൽ ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്, യെസ് എന്റെ ലൈഫിൽ എന്തോ സംതിങ് മിസ്സിംഗ് ആണ്. സോ അപ്പം ആ ഒരു എനർജി, എനിക്ക് ആ ഒരു മിസ്സായിട്ടുള്ള ഒരു കാര്യം അത് നിങ്ങളുടെ ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളെ ഓർത്തിട്ടുള്ളൊരു നഷ്ടബോധം ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉണ്ട്. പ്രസന്റ് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു നഷ്ടബോധം ഈ ഒരു വ്യക്തിക്ക് ഉണ്ട്. Why here is the Hanged Man?
നമ്മൾ സന്തോഷം എല്ലാവരോടും പങ്കുവയ്ക്കുന്നുണ്ടാവും, പക്ഷെ സങ്കടം നമ്മൾ പങ്കുവയ്ക്കുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തായിരിക്കും. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് എത്രമാത്രം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അത്രയും ഓപ്പൺ അപ്പ് ആവാൻ മാത്രം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിരുന്നു നിങ്ങളെന്നുള്ളൊരു റിയലൈസേഷൻ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അത് ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ടാവില്ല ഇതിനു മുമ്പ്. ഹാങ്ഡ്മാന്റെ എനർജീസും കറേജിന്റെ എനർജീസും മൈൻഡിന്റെ എനർജീസും ആണ് ഇവിടെ വന്നിട്ടുള്ളത്. 3 കാർഡ്സ്. ഓക്കെ, ഈ ഒരു വ്യക്തി ഒരു ഐസൊലേഷൻ പീരീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റിലെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ആള് സ്റ്റക്കാണ്, ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതോ ചെയ്താൽ ലൈഫിലുള്ള പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ആകും ഈ ഒരു വ്യക്തിക്ക് അറിയുന്നില്ല. ഓക്കെ, ഓൾറെഡി നിങ്ങളുടെ കണക്ഷന്റെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടുള്ള കണക്ഷൻസ് ഒത്തിരി ടഫ് ആൻഡ് ടഫ് സിറ്റുവേഷൻസിലൂടെ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് എന്താ പറയാ, അത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് വീണ്ടും ആ ഒരു കണക്ഷൻ സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷന് തൊട്ട് മുമ്പ് ആയിരിക്കുന്ന ഒരു ഫേസ് വരെ എത്തിയിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഹോപ്പ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഒരു ചെറിയ തരത്തിലുള്ള ഒരു മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും പോസിറ്റിവിറ്റി മുന്നോട്ട് സംഭവിക്കാമെന്നുള്ള ഒരു എനർജി അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ ഒരു കണക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു സ്റ്റക്നെസ് ആ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കണക്ഷൻ അങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ടും നിൽക്കുന്നില്ല. ലൈക്ക് ഇത് മൂവ് ചെയ്ത് ഈ ഒരു കണക്ഷൻ ഞങ്ങൾക്ക് പോകാനും പറ്റുന്നില്ല, ഈ ഒരു കണക്ഷനിലോട്ട് നിൽക്കാനും പറ്റുന്നില്ല. പ്രസന്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല, ഇല്ലേന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. ഈ ഒരു കണക്ഷനിൽ ഒരു ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആക്ഷൻ വരുന്നുമില്ല. നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല, ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുന്നില്ല. മൊത്തത്തിൽ ഈ ഒരു കണക്ഷൻ ഇങ്ങനെ സ്റ്റക്കായി ഹാങ്ഡ് ആയിട്ട് ഇവരുടെ ലൈഫിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലും സെയിം എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് വട്ടാവുന്നുണ്ട്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ടോട്ടലി മൊത്തത്തിൽ നെഗറ്റീവ് ആയിട്ട് വല്ലാണ്ട് ഒരു എന്താ പറയാ, ഇല്ലാണ്ടായി പോവാന്ന് പറയല്ലേ എന്നൊരു എനർജി, ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന പോലത്തെ ഒരു എനർജി. ശരിക്കും എന്തെങ്കിലും ഇപ്പം സങ്കടം ഉണ്ടെങ്കിലും ഒന്ന് ഉറങ്ങാനെങ്കിലും പറ്റുന്ന, ലൈക്ക് എന്താ പറയാ, നമ്മളെന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചിലരൊക്കെ കിടന്ന് ഉറങ്ങുമല്ലോ നന്നായിട്ട്, പക്ഷെ ഉറങ്ങാൻ കിടന്നാൽ പോലും ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ. ആ ഒരു എനർജിയാണ്. ഒരു തരത്തിൽ എല്ലാ കാര്യങ്ങളും ഇയാളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലാതെ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്ന ഒരു ഇടമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമാധാനം എന്നുള്ള ഒരു സാധനം ഇയാളുടെ ലൈഫിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു എനർജീസ് ആണ് ഇയാൾക്ക് ഇവിടെ ഉള്ളത്. ഐ ഡോണ്ട് നോ ആരുടെ എനർജീസ് ആണെന്ന്, ബട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ എനർജിയാണ്, പ്രസന്റ് സിറ്റുവേഷൻ ആണ്, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തി. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. വളരെ കുറച്ച് പേർക്ക്, എല്ലാവർക്കും ആവണമെന്നില്ല. സോ ആ ഒരു എനർജീസ് ഓക്കെ. വേൾഡിന്റെ കാർഡും കംപ്ലീഷന്റെ കാർഡുമാണ് വന്നിരിക്കുന്നത്. 2 കാർഡ് ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. വേൾഡിന്റെ കാർഡാണ് കംപ്ലീഷന്റെ കാർഡ് കേട്ടോ. വേൾഡിനെ ക്ലാരിഫൈ ചെയ്തിട്ടുള്ളത് വേൾഡ് തന്നെയാണ്. സോ അപ്പം ഈ ഒരു കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 നമ്പർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 21 നമ്പർ. ഈ ഒരു കാർഡ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി നിങ്ങളുടെ പെർസെന്റേജ് 42 ആവാവേ, അറിയില്ല, ചാനലിന്റെ മെസ്സേജസ് ആണ്, ആർക്ക് റെസനേറ്റ് ആവുന്നൊന്നും അറിയില്ല. അപ്പം ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ടൈമിലുള്ള ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് ഒരു എൻ്റെ വേൾഡ് ആണ്. എൻ്റെ വേൾഡ്, ഇയാൾ നമ്മൾ പറയില്ലേ എന്റെ ലോകം തന്നെ അവരാണ് എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി. പക്ഷെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള ഇല്ല എന്നുള്ളൊരു എനർജി ആയിരുന്നു. ഈ ഒരു ടൈമിൽ ആൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കായിട്ടുള്ളൊരു എനർജി, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇത്രയും ജെനുവിൻ ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി അയാളായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ക്യാഷ് ഉണ്ടാവാം, അല്ലെങ്കിൽ എല്ലാം ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, എല്ലാം കൊണ്ടും ബ്ലെസ്ഡ് ആണെങ്കിൽ പോലും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പോലും ഇവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങളായിരിക്കാം ഈ ഒരു വ്യക്തിനെ ഇമോഷണലി കണക്ട് ആവാനായിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങളുമായിട്ടായിരിക്കും ഫസ്റ്റ്ലി ഈ ഒരു വ്യക്തിക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എല്ലാം റെസ്പോൺസിബിലിറ്റി, ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു എനർജീസിലൊക്കെ ആയിരിക്കും ഈ ഒരു വ്യക്തി നിന്നിട്ടുള്ളത്. സോ ഈ ഒരു വ്യക്തി ഇവിടെ ഒരു റീകോൺസിലേഷൻ അല്ലെങ്കിൽ ഇവിടെ ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യണം എന്ന് ഇവരുടെ മനസ്സിലുണ്ട്. ഒരു നേരത്തെ ഈ ഒരു 2 കൈ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു എനർജി, നിങ്ങളും ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ടാവും, ആ ഒരു വ്യക്തി ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ടാവും. ഇപ്പൊ ആ ഒരു നിങ്ങളിങ്ങനെ കൈ പിടിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി ഇങ്ങനെ പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
സോ ഈ ഒരു ഇമേജിലാണെങ്കിലും കാർഡ്സിൽ നോക്കുകയാണെങ്കിൽ ഒരു കൈ ഇങ്ങനെയും ഒരു കൈ ഇങ്ങനെയാണ്. സോ അത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷനെയാണ് കാണിക്കുന്നുള്ളത്. അപ്പം ഇവിടെ ഒരു പാർട്ടിസിപ്പേഷൻ ഈ ഒരു കണക്ഷനിൽ ചെയ്യാനായിട്ട് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാലം അതില്ലാന്നുണ്ടെങ്കിൽ ഇനി ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ അഫോർട്ട് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കുമ്പോഴേക്കും നിങ്ങളുടെ അടുത്തൊന്നും ഒരു എഫോർട്ട് ഇല്ല, ഇയാൾക്കും എഫോർട്ട് എടുക്കാൻ പറ്റുന്നുമില്ല. കാരണം നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ എങ്ങനെ അതിൽ പോയി എഫോർട്ട് എടുക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഒരു ഇല്യൂഷനിലാണ്. അത് മാത്രമല്ല വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജി. ഇവിടെ ഇവർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുള്ളത്. പക്ഷെ ഇവരുടെ ഒരു സൈലൻസ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ശാന്തി ഇല്ലാതെ സമാധാനം ഇല്ലാത്തൊരു ലൈഫിനെയാണ് കാണിക്കുന്നുള്ളത്. ഒരു സൈലന്റ് ആണോ ബേസിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നില്ല, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, സൈലന്റ് ട്രീറ്റ്മെന്റ് തരുന്നു, നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. വെളിയിൽ നോക്കുമ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ഇവരുടെ ലൈഫിലേക്ക് കയറി നോക്കുമ്പോൾ ഇവർക്ക് യാതൊരു തരത്തിലുള്ള സമാധാനങ്ങളും ഇല്ല, യാതൊരു തരത്തിലുള്ള ഹാപ്പിനെസ്സും പേഴ്സണൽ ലൈഫിലില്ല, പ്രൊഫഷണൽ ലൈഫിലില്ല, ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ള അതിലും ഇല്ല. അതുകൊണ്ട് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ, ഇപ്പം ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരാൾ നമുക്ക് മെന്റലി നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അങ്ങ് സൈലന്റ് ആവും. ചിലരങ്ങ് വല്ലാണ്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഇറിറ്റേറ്റ് ആവുന്നുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ബട്ട് അതേസമയം നിങ്ങൾക്ക് അവരുടെ ഒരു സൈലൻസാണ് കാണാൻ പറ്റുന്നത്. അതിന് റീസൺ ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു വ്യക്തിയുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊരു സൈലൻസ് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. ബട്ട് ഇൻസൈഡ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അത്രയ്ക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നുള്ളത്. അതാണ് ഇവിടെ ഒരു ആക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇത്രയും കാലമായിട്ട് കോണ്ടാക്ട് ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഇയാൾ എന്നെ കുറിച്ച് ഇല്ല. ഇവരുടെ മൈൻഡിലുണ്ട് നിങ്ങളെ മറന്നു കളഞ്ഞിട്ടൊന്നുമില്ല ഈ ഒരു വ്യക്തി. പക്ഷെ അത്ര നമ്മളിപ്പോ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തെന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നഷ്ടമാവുന്നൊന്നുമില്ല. നമ്മളോട് ആരൊക്കെ എന്തൊക്കെ ചെയ്തോ, എന്ത് കാണിച്ചോ, അതെല്ലാം നമ്മുടെ മൈൻഡിലുണ്ടാവും. ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻസിൽ നമ്മളെ ഒഴിവാക്കുന്നു എന്നുള്ളതല്ലാതെ ആ ഒരു വ്യക്തി നമ്മളുടെ മൈൻഡിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല. മൂവ് ഓൺ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ ഒരു മൊമെന്റ്സ് എല്ലാം പോവുക എന്നുള്ളതല്ല. ഒരു വ്യക്തി ഓർക്കാതെ അവരെ മറന്നു കളഞ്ഞ് ആ ഒരു മെമ്മറി ആ ഒരു ഭാഗത്ത് ഡിലീറ്റ് ചെയ്തു എന്നുള്ള ഒരു എനർജി അല്ല. ബ്രെയിൻ ആ ഒരു ഭാഗത്ത് ഡിലീറ്റ് ചെയ്തു എന്നുള്ള ഒരു കാര്യമല്ല. ലൈക്ക് അത് നമ്മുടെ മൈൻഡിലുണ്ടാണ്. മൂവ് ഓൺ ചെയ്തു എന്ന് പറയുമ്പോഴും നമ്മുടെ മൈൻഡിൽ ആ ഒരു വ്യക്തി ഉണ്ടാവും. സോ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരും ഒത്തിരി ആളുകൾ നമ്മളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും റിലേറ്റീവ്സ് ആണ്, അങ്ങനെയൊക്കെ. പക്ഷെ എന്നാലും ഇപ്പോഴും അവർ നമ്മുടെ മൈൻഡിലുണ്ട്. അത് ഈ ഒരു കണക്ഷന്റെ എനർജി വെച്ച് മാത്രം. അതുപോലെ തന്നെ നമ്മളെ പറ്റിച്ചിട്ട് പോകുന്ന നല്ലതും ചീത്തയും ചെയ്യുന്ന ഓരോ വ്യക്തികളും നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവും. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ മൈൻഡിലുള്ള എന്താണ്, നമ്മൾ നെഗറ്റീവ് ചെയ്തിട്ടുള്ള, നമ്മളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഏറ്റവും കൂടുതലും ഉണ്ടാവുന്നുള്ളത്. കാരണം അവരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ തന്നിട്ടുള്ളത്. സോ അങ്ങനെ Seven of Wands. Here is Seven of Wands divine. Social. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇവിടെ ഒരു ഔട്ട്സൈഡറിന്റെ എനർജി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തത്. സെയിം എനർജിയാണ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ. നിങ്ങളിവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നത്, നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിയിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്നൊന്നും ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല. സോ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇന്നോസെൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ അൺകണ്ടീഷണൽ ലവ്, നിങ്ങളുടെ ആ ഒരു കെയർ, ആ ഒരു അതൊക്കെ ഈ ഒരു വ്യക്തിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരത് വീണ്ടും, അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിക്ക് മറക്കാൻ പറ്റാതിരിക്കുന്ന ഒരു മെയിൻ റീസൺ. അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഇതുപോലെ നല്ലൊരു റിലേഷൻ ഒരിക്കലും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, ഇതുപോലൊരു വ്യക്തി എന്റെ ലൈഫിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, നീയാണ് ആദ്യത്തെ ഒരു വ്യക്തി എനിക്ക് ഇത്രയും ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുള്ളത് എന്ന് ഈ ഒരു വ്യക്തി നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവാം പലപ്പോഴും. സോ ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വൈ ഹിയർ ഈസ് ദ ഹൈ പ്രീസ്റ്റസ്. ഈ പാസ്റ്റ് ലൈഫ് കാർഡ് വന്നിട്ട് ഞാൻ എടുത്തു വെച്ചതായിരുന്നു, പക്ഷെ വീണ്ടും അത് വന്നു. നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം ഈ ഒരു വ്യക്തിയായിട്ട്. അത് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ സംതിങ് കണക്ഷൻ ഉണ്ട് നിങ്ങളുമായിട്ട്, എന്തോ മുൻജന്മ ബന്ധം ഉണ്ടല്ലേ, എന്തോ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു വ്യക്തിക്ക് മറന്നു കളയാൻ പറ്റാത്തതെന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ന്യൂ വിഷന്റെ കാർഡും ബോട്ടം ഓഫ് ഡെക്കിൽ റെസിഡിവിറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ന്യൂ വിഷന്റെ കാർഡ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്.
പിന്നെ ഇത്രയും കാലം ഈ ഒരു വ്യക്തി ഒരു കണക്ഷനെ ഒരു സീരിയസ്നെസ്സോട് കൂടി കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കണക്ഷൻ ഒരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വാല്യൂ, നിങ്ങളോടുള്ള ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളും ഈ ഒരു വ്യക്തിയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുമല്ലോ, കാലമൊക്കെ എല്ലാ കാര്യത്തിനും വാല്യൂ കൊടുക്കുന്നത് വളരെ റിയലൈസേഷൻസ് ചെയ്ത് കൊടുക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കും. ഇപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം ഉണ്ടെന്ന് പറയത്തില്ലേ. നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് നിങ്ങളുടെ ഒരു നല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇന്നർ വർക്കിന്റെ അല്ല നിങ്ങളുടെ പ്രേയറിന്റെയോ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായതുകൊണ്ട് അതിന് തരുന്ന ഒരു ജസ്റ്റിസ് ആണ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ജസ്റ്റിസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട്. അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു കണക്ഷനിലും ഈ ഒരു വ്യക്തിയിലും. സോ അപ്പൊ നിങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി ഇരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഈ ഒരു കണക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇയാൾക്ക് റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നുണ്ട്. സോ ഇവർ റിട്ടേൺ വരും നിങ്ങൾ. സോ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് എക്സാക്ട് ഈ ഒരു കണക്ഷനിൽ അതിൽ ട്രസ്റ്റ് ചെയ്യുക. സോ യൂണിവേഴ്സിന് മിക്സ്ഡ് സിഗ്നൽസ് കൊടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റീകൺസിലേഷൻ ഒക്കെ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ ക്ലാരിറ്റി ഉണ്ടാവണം. എക്സാക്ട് ഇത്രയൊക്കെ ഈ ഒരു കണക്ഷനിൽ സംഭവിച്ചതിന് ശേഷവും എനിക്ക് എന്താണ് ഈ ഒരു കണക്ഷനിൽ നിന്ന് വേണ്ടത്, എനിക്ക് ഈ ഒരു കണക്ഷൻ വേണോ, ഈ ഒരു വ്യക്തി എനിക്ക് വേണോ നിങ്ങൾ തന്നെ ചോദിക്കുക മെഡിറ്റേഷൻ മോഡിൽ. നിങ്ങൾക്ക് വേണ്ടെന്നുള്ളതാണെങ്കിൽ ഓക്കെ ഫൈൻ, പിന്നെ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ തലകൊണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക, ശപിക്കാതിരിക്കുക. അതുപോലെ തന്നെ മിക്സ്ഡ് സിഗ്നൽസ് യൂണിവേഴ്സിനെ കൊടുക്കാതിരിക്കുക, യൂണിവേഴ്സിനെ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ മിക്കപ്പോഴും കമന്റ് സെക്ഷൻസിലൊക്കെ കാണാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കമന്റ് സെക്ഷനാണ്, നിങ്ങളുടെ ചാനലാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മള് റീഡിങ്സ് ഒക്കെ എന്ന് പറയുന്ന എല്ലാം ഓരോ എനർജീസാണ്, നിങ്ങൾ ഓരോ എനർജീസാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ട്, ആ ഒരു കണക്ഷൻ റീകൺസിലേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അഫോം ചെയ്യാതിരിക്കുക. ഓക്കെ ഫൈൻ, സിറ്റുവേഷൻസ് വളരെ മോശമാണ്, ഈ ഒരു ടൈമിൽ കോണ്ടാക്ട് ഇല്ല, എന്നിട്ട് പോലും ഒരു മെസ്സേജസോ ഒരു തരത്തിലുള്ള ആക്ഷനും അവിടെ നിന്നില്ല, ഓക്കെ ഫൈൻ. എന്നാലും നിങ്ങൾ ഹോപ്പിലിരിക്കുക. എപ്പോഴും ഏത് ടൈമിലും ഒരു മിറാക്കിൾ സംഭവിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മളുടെ പ്രേയേഴ്സ് മാനിഫെസ്റ്റേഷൻസും ഒക്കെ മിറാക്കിൾസ് ആണ്. അത് വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവും. ഞാൻ ചുമ്മാ ഒരു പുസ്തകത്തിൽ നിന്ന് റീഡ് ചെയ്തിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് നിങ്ങൾക്ക് റീഡിങ്സ് ചെയ്തു തരുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതൊക്കെ എൻ്റെതായിട്ടുള്ള പേഴ്സണലായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള യൂണിവേഴ്സൽ ലെസൺസ് വെച്ചിട്ടാണ്. നമ്മൾക്ക് യൂണിവേഴ്സ് കുറച്ച് ലെസൺ ലേൺ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. വെറുതെ ഒരാൾ ടാരോട്ട് കാർഡ് റീഡർ ആവില്ലല്ലോ. അപ്പൊ നമ്മൾക്കും ലേൺ ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. സോ ഞാനും കുറെ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ നിന്ന്. ഇറ്റ് മീൻസ് നമുക്ക് ഓരോ ലൈഫിലും ഓരോ ടൈമിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ പുതിയതായിട്ട് യൂണിവേഴ്സ് പഠിപ്പിക്കുന്നുണ്ടാവും. ഒരു പക്ഷെ അത് ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവുന്ന ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ലൈഫിലെ ഹാർഡ്ഷിപ്പുകളായിരിക്കാം. എല്ലാം നമ്മളെ ഓരോ ലെസൺസ് ലേൺ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഓരോ കാര്യങ്ങളും ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലെസണിന്റെ ബേസിലാണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ലെസണിന്റെ ബേസിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണ്ട ഞാൻ ഈ ഒരു ഗൈഡൻസ് തരുന്നത്. നിങ്ങൾ ഹോപ്പ്ഫുൾ ആയിട്ടിരിക്കുക. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഒന്നും ഒരിക്കലും വിലയായി പോകത്തേയില്ല. നിങ്ങൾ അതിൽ ട്രസ്റ്റ് ചെയ്യുക, അതിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നുള്ളത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ അത് തിരിച്ചു വരുന്നുണ്ടാവും നമ്മളിലേക്ക്. സോ ട്രസ്റ്റ് ദി പ്രോസസ് ഓഫ് യൂണിവേഴ്സിന്റെ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. പിന്നെ ഇന്നർ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ യൂണിയൻ ഉണ്ടാവുമോ എന്ന് ആരോട് കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു വീഡിയോയിൽ. ലൈക്ക് നമ്മുടെ ഏതോ ഒരു വീഡിയോയിൽ ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ യൂണിയൻ ഉണ്ടാവാറുണ്ട്, യൂണിയൻ ഉണ്ടാവാതിരിക്കാറില്ല. പക്ഷെ അത് നമ്മൾ ബേസ്ഡ് ഓൺ നമ്മളുടെ ഇന്നർ വർക്കാണ്. ഒരു 99% ഇന്നർ വർക്കും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഫെമിനിൻ ആണ് ഏറ്റവും കൂടുതൽ ഇന്നർ വർക്ക് ചെയ്യാനുള്ളത്. അതിലൂടെയാണ് നമ്മുടെ കാർമിക്സിനെ ക്രോസ് ചെയ്തിട്ട് വന്ന് കണക്ട് ആവുന്നുള്ളത്, റീകൺസിലേഷൻ ചെയ്യുന്നുള്ളത്, റീയൂണിയൻ ചെയ്യുന്നുള്ളത്, വേർത്ത് മനസ്സിലാക്കി.
യൂണിയൻ പോസിബിൾ അല്ലായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ ഇന്നർ വർക്കും ട്രൈ ചെയ്യാം. ഇതൊക്കെ വർക്ക് ആവത്തില്ല എന്നൊക്കെ പലരും റോങ് ആയിട്ട് ഗൈഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ട്വിൻ ഫ്ലെയിം റീയൂണിയൻ പോസിബിൾ അല്ല, അങ്ങനല്ല, പോസിബിൾ ആണ്. പോസിബിൾ അല്ലെന്ന് പറയുന്നിടത്ത് അത് കുറെ ആളുകൾ റോങ് ആയിട്ട് ട്വിൻ ഫ്ലെയിംസിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അധികം ചാനൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുള്ള അറിവുകളോ റോങ് ആയിട്ട് തംബ്നെയിൽസ് കാണുമ്പോൾ അതിലും അട്രാക്ട് ആവേണ്ടത് നമ്മളുടെ സോൾ എന്താണോ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഫോക്കസ് ആവേണ്ടത്. ഗൈഡൻസ് ഒക്കെ നല്ലതാണ്, നമ്മൾ എടുക്കുക. അതിൽ ആവശ്യമുള്ള ഗൈഡൻസ് മാത്രം എടുക്കുക, ആവശ്യമില്ലാത്ത ഗൈഡൻസിനെ വിട്ടേക്കുക. ഓരോ ലൈഫ് ടൈമിലും നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മളുടെ സോളായിട്ട് നമ്മളുടെ ഇൻറ്റ്യൂഷൻ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സോളിന്റെ ഇൻറ്റ്യൂഷനാണ്. സോ അതിൽ ലിസൺ ചെയ്യുക. അല്ലാതെ റോങ് ആയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ഒരിക്കലും നമ്മളാരും മറ്റുള്ളവർ ഗൈഡ് ചെയ്തിട്ടല്ല മുന്നോട്ട് പോകുന്നത്. നമുക്ക് കറക്റ്റ് ടൈം ആകുമ്പോൾ ഡിവൈൻ നമ്മളെ ഗൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ട്വിൻ ഫ്ലെയിം ഗൈഡൻസ് ഒക്കെ കേട്ടിട്ട് അതിനെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ കൊളവാക്കാൻ നിൽക്കേണ്ട. ട്വിൻ ഫ്ലെയിം ജേണിയിൽ റീകോൺസിലേഷൻ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണി അത് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും റീകോൺസിലേഷൻ പോസിബിൾ ആണ്. യൂണിയനും പോസിബിൾ ആണ്. നിങ്ങൾ എഴുതി വെച്ചോ വേണമെങ്കിൽ കേട്ടോ. യൂണിയൻ പോസിബിൾ ആണ്. റിയൂണിയൻ മാത്രമല്ല, യൂണിയനും പോസിബിൾ ആണ്, മാരേജും പോസിബിൾ ആണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചിട്ട്, ട്വിൻ ഫ്ലെയിംസുമായിട്ട്. പക്ഷെ അത് നമ്മുടെ ഇന്നർ വർക്കും നമ്മളുടെ മെന്റൽ ക്ലാരിറ്റിയും നമ്മൾ എക്സാക്ട് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു മെന്റൽ ക്ലാരിറ്റിയോട് കൂടി നിൽക്കുക. പോസിറ്റീവ് ആയിട്ടിരിക്കുക എപ്പോഴും. ഏറ്റവും കൂടുതൽ ഡി എഫിനാണ് സ്ട്രഗിൾസ് മെന്റലി വരുന്നുണ്ടാവുക. ഡി എഫിന് അധികം ഉണ്ടാവില്ല, എന്നാലും ഉണ്ടാവും. പക്ഷെ അവർക്ക് സപ്രസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടാവും. സോ നിങ്ങൾ നിങ്ങളുടെ സോൾ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക. ട്വിൻ ഫ്ലെയിംസ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള അനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഇപ്പൊ ഒത്തിരി അധികം ചാനൽസുകൾ അങ്ങനെ അത് എഴുതിയിട്ട് അത് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചിട്ട് ഒത്തിരി റോങ് ആയിട്ടുള്ള കുറെ ഗൈഡൻസുകൾ കൊടുക്കുന്നുണ്ട്. ഞാനും കാണാറുണ്ട്. പക്ഷെ ഞാനൊരു ഗൈഡൻസും കാണാറേ ഇല്ല. നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഗൈഡ് ചെയ്യാനുള്ള ഡിവൈൻ പവർ ഉണ്ട്, നമ്മുടെ സോൾ ഉണ്ട്. ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ സോളിനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം കേട്ടോ. എപ്പോഴും ഞാനത് മറന്നു പോകും. സോ താങ്ക് യു.